നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ പാലം കടക്കുവോളം നാരായണ, പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ, ആ ഒരു നിലയിലേക്കാണ് PC ജോർജിൻ്റെയും ഷോൺ ജോർജിൻ്റെയും ഒക്കെ ഒരു നീക്കം. ആദ്യം നമ്മൾ കേട്ടു ബിഷപ്പുമാരെയും മെത്രാന്മാരെയും ചീത്ത വിളിക്കുന്ന, അതായത് തെരഞ്ഞെടുപ്പിന് മുൻപ് ചീത്ത വിളിക്കുന്ന ഒരു PC ജോർജിനെ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് പിന്നീട് ക്ഷമാപണമൊക്കെ നടത്തിയിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ വീണ്ടും മെത്രാന്മാരെ ഇവന്മാരെന്തിന് കിടന്ന് കുരയ്ക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് PC ജോർജ് നടത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ FCRAയുമായി ബന്ധപ്പെട്ട് മെത്രാന്മാർക്ക് ഹാലിളകി നിൽക്കുകയാണെന്നും എന്നാൽ അതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ കൊലവിളി നടക്കുന്നത്. പക്ഷേ PC ജോർജിൻ്റെ ഒരു സംസാര രീതിയുണ്ട്. അത് നാട്ടുശൈലിയാണെന്നൊക്കെ വായിൽ നിന്ന് വാക്കുകൾ വന്നു കഴിയുമ്പോൾ പിന്നെ പ്രതിരോധിച്ചുകൊണ്ട് പറയാറുണ്ട്. പക്ഷേ ഇതൊരു വർഗീയ വിഷം ചീറ്റുന്ന രീതിയിലേക്കാണ്. പക്ഷേ ഇന്നിപ്പോൾ PC ജോർജിൻ്റെ ഈ ഒരു അതിരുവിട്ടു പോകുന്ന പരാമർശം വന്നതിന് തൊട്ടു പിന്നാലെ BJPക്കാർ ഓരോരുത്തരായി പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് PC ജോർജിൻ്റെ മാത്രം നിലപാടാണ്, പാർട്ടിയുടെ നിലപാടല്ല എന്ന് പറഞ്ഞുകൊണ്ട്. PC ജോർജ് എന്നും ഇങ്ങനെയാണ്. PC ജോർജിൻ്റെ ഒരു ശൈലി പണ്ടൊരിക്കൽ KR ഗൗരിയമ്മയെ അധിക്ഷേപിച്ച PC ജോർജിൻ്റെ ഒരു ശൈലി നമ്മൾ കേട്ടതാണ്. ഗൗരിയമ്മ എന്ന് കട്ടയ്ക്ക് ജോർജിനോട് മറുപടി പറഞ്ഞു. ഗൗരിയമ്മ അന്ന് പറഞ്ഞത് വളരെ മ്ലേച്ഛമായ ഒരു കഥയാണ്. അതവിടെ നിൽക്കട്ടെ. ജോർജിൻ്റെ ഒരു ഇന്നലകളൊന്ന് പരിശോധിച്ചാൽ ഇരിക്കുന്ന കമ്പ് മുറിക്കുന്നതാണ് ജോർജിൻ്റെ ശൈലി. അതിന് LDFിലായാലും UDFിലായാലും. പണ്ട് LDFിൽ PJ ജോസഫിൻ്റെ ഭാഗമായിരുന്നു PC ജോർജ്. അന്ന് PJ ജോസഫിനെ അത്രയേറെ അധിക്ഷേപിച്ച സ്വന്തം കൂട്ടത്തിൽ നിന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് PC ജോർജ്. ഇന്നൊരു വിവാദവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ അന്ന് PJ ജോസഫിനെ എടുത്തിട്ടുടുത്ത് കളഞ്ഞു PC ജോർജ്. അന്ന് PC ജോർജിൻ്റെ അതിബുദ്ധിയാണ് PJ ജോസഫിനെ വീഴിച്ചത്. പിന്നീട് KM മാണിയുടെ ക്യാമ്പിലെത്തി അവിടെയും എന്തൊക്കെ ചെയ്തു കൂട്ടിയെന്ന് നമ്മൾ കണ്ടതാണ്. PC ജോർജ് നിൽക്കുന്നിടത്ത് ഉറച്ചു നിൽക്കില്ല. ഈ PC ജോർജ് ഒരു പ്രതീകമായിരുന്നു മധ്യ തിരുവിതാംകൂറിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട്. നമുക്കറിയാം 2021 തെരഞ്ഞെടുപ്പിൽ ആളിക്കത്തിയ ഒരു സംഭവം 2016 മുതൽ UDFിലെ ഒരു മുസ്ലിം ലീഗിൻ്റെ പ്രാധാന്യം അത് മധ്യ തിരുവിതാംകൂറിൽ വലിയ തോതിൽ ചർച്ചയായിരുന്നു ഒരു കാലഘട്ടത്തിൽ, 2011-16 കാലഘട്ടത്തിൽ. അന്ന് ചീഫ് വിപ്പായിരുന്ന PC ജോർജ് മാണി വിഭാഗത്തിൽ നിന്ന് പുറത്തേക്ക് പോയി. ഒരു തലത്തിൽ പറഞ്ഞാൽ അന്ന് KM മാണിയെ വഞ്ചിച്ച് ജോർജ് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. എന്ന് മാത്രമല്ല 2011-16 കാലഘട്ടത്തിൽ അന്ന് ഉമ്മൻചാണ്ടി PC ജോർജിനെ മന്ത്രിയാക്കിയില്ല എന്നൊരു പക, KM മാണിയുമായി ചേർന്ന് ഉമ്മൻചാണ്ടി അന്ന് മന്ത്രിയാക്കിയില്ല എന്നൊരു പക PC ജോർജിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ആ 2011-16 കാലഘട്ടത്തിൽ അതിനിശ്ചിതമായി ഉമ്മൻചാണ്ടി ആക്രമിച്ചു. ഏറ്റവും മ്ലേച്ഛമായ കഥകൾ കേരളത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞു. സെക്രട്ടേറിയറ്റിൽ വെച്ച് ഉമ്മൻചാണ്ടി പ്രകൃതി വിരുദ്ധ ലൈംഗികത നടത്തുന്നത് താൻ കണ്ടു എന്നൊക്കെ അത്രയും പച്ച നുണ വിളിച്ചു പോയി. പിന്നീട് KM മാണിക്കെതിരെ പറഞ്ഞ ഉണ്ടയില്ല വെടികൾ. അതിനുശേഷം 2016 പുറത്തിറങ്ങിയ ജോർജ് ആകെ വെള്ളത്തിലായി. കാരണം എവിടെ ചേക്കേറണമെന്നറിയില്ലാതായി. ഒടുവിലെ ജോർജിൻ്റെ ജനപക്ഷം 2021 സ്വതന്ത്രനായി പൂഞ്ഞാറിൽ മത്സരിക്കുന്നു. ഒരു സ്പേസ് കിട്ടത്തില്ല. UDFിൽ തിക്കിക്കയറാൻ സർവത്ര ശ്രമിച്ചു. അന്ന് രമേശ് ചെന്നിത്തല PC ജോർജിനെ UDFിൽ എടുക്കണമെന്നൊക്കെ വളരെ ശക്തമായി വാദിച്ചതാണ്. 2021 അന്ന് മാണി വിഭാഗം പുറത്തിറങ്ങിയപ്പോൾ രമേശ് ചെന്നിത്തല അന്ന് PC ജോർജിനെ മുന്നണിയിൽ ഉൾപ്പെടുത്തണമെന്ന് വാശി പിടിച്ചതാണ്. പക്ഷേ മറ്റു കോൺഗ്രസ്സുകാർ, പ്രത്യേകിച്ച് അന്ന് ഉമ്മൻചാണ്ടിയെ സ്നേഹിച്ചിരുന്നവർ അനുവദിച്ചില്ല. കാരണം ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. അത്രയേറെ ഉമ്മൻചാണ്ടിയെ വ്യക്തിഹത്യ ചെയ്ത വ്യക്തിയാണ്. ആ ഒരൊറ്റ കാരണത്താൽ അവിടെ നിന്നും പായിക്കപ്പെട്ടു. പിന്നീട് PC ജോർജ് ഇടം കണ്ടെത്തിയത് ഈ മധ്യ തിരുവിതാംകൂറിൽ ആ കാലഘട്ടത്തിൽ വളർന്നു വന്നൊരു മുസ്ലിം വിരോധമുണ്ട്. മുസ്ലിം തീവ്രവാദത്തോടുള്ള ഒരു കടുത്ത നിലപാട്. ആ കാലഘട്ടത്തിലായിരുന്നു നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള വലിയ വൻ വേട്ടകൾ നടന്നത്. ഒരു കാലഘട്ടം മുഴുവൻ PC ജോർജ് പൂഞ്ഞാർ മണ്ഡലത്തിൽ ഈരാറ്റുപേട്ടയിൽ വളർന്നത് മുസ്ലിം സമുദായത്തിൻ്റെ പിന്തുണയിലാണ്. മുസ്ലിം സമുദായം എല്ലാ കാലത്തും PC ജോർജിനെ പിന്തുണച്ചിരുന്നു. SDP ഏറ്റവും പ്രിയപ്പെട്ട മിത്രമായിരുന്നു PC ജോർജ്. PC ജോർജിന് അന്ന് സംരക്ഷണ കവചം ഒരുക്കിയിരുന്നത് ഈരാറ്റുപേട്ടയിൽ SDP ആണ്. അന്ന് PC ജോർജിനെ ആരെങ്കിലും കോഡ് പറഞ്ഞാൽ SDP കളത്തിലിറങ്ങും. അവരെ ചങ്കും ചോരയും കൊടുത്ത് PC ജോർജിന് സംരക്ഷണം ഒരുക്കി നിന്നൊരു കാലഘട്ടമുണ്ട്. അവിടെ നിന്ന് PC ജോർജ് വളരെ
തന്ത്രപരമായി 2021 മുൻപ് തന്നെ മുസ്ലിം സമുദായവുമായി ഇടഞ്ഞു. 2016 പിന്നാലെ അത് മധ്യ തിരുവിതാംകൂറിൽ ക്രിസ്ത്യൻ സമുദായവും മുസ്ലിം സമുദായവും തമ്മിലുള്ള വലിയ ഒരു ഭിന്നതയ്ക്കും കാരണമായി. ആ കാലഘട്ടത്തിൽ നമുക്കറിയാം ഒട്ടനവധി പാലാ ബിഷപ്പിന് എതിരെയുള്ള ഒരു നീക്കം, അങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. PC ജോർജിനെ മുസ്ലിം സമുദായം തേക്കുന്നു എന്നൊരു ചിന്ത PC ജോർജിൽ രൂഢമായി. അതിന് 1-2 കാരണങ്ങളുണ്ട്. PC ആദ്യം ഈ തീവ്രവാദികൾ എന്ന പേരിൽ PCയെ അന്ന് തിരുത്താൻ ശ്രമിച്ച ഒരു കൂട്ടർക്കെതിരെ ഒരു കടുത്ത നിലപാടെടുത്തു. PC മുൻപും BJPയിൽ ചേരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. കടുത്ത ഒരു മുസ്ലിം വിരുദ്ധ നിലപാടെടുത്താൽ മാത്രമേ BJPയിൽ ഇടം കിട്ടൂ എന്ന് മനസ്സിലാക്കി മുസ്ലിം വിഭാഗത്തിനെതിരെ നിരന്തര പ്രസ്താവനകൾ ഇറക്കുകയും ചെയ്തു. തീവ്രവാദ സംഘടനകളുടെ പേരിലായിരുന്നു ആദ്യ പ്രസ്താവനകളെങ്കിൽ പിന്നീട് മുസ്ലിം സമുദായത്തെ ഒന്നാകെ അവരെല്ലാം തീവ്രവാദ സംഘടനയിൽപ്പെട്ടവരാണെന്നും തീവ്രവാദമാണ് അവരുടെ ലക്ഷ്യമെന്നും ജോർജ് തുറന്നടിച്ചു. ഇതിനൊരുപടി കാരണങ്ങളുണ്ട്. ഈ സഭയ്ക്ക് പൂർണ്ണമായും നിയന്ത്രണമില്ലാത്ത ഒരു സംവിധാനം സഭയുടെ പേരിൽ ഒരു കാലത്ത് തലപൊക്കി. അതിനാണ് നമ്മൾ കാസ എന്നൊക്കെ വിശേഷണം നൽകിയത്. കാസ എന്ന പേരിലാണ് അവർ അറിയപ്പെട്ടത്. BJPയോടൊരു അടുത്ത ചായ്വ് പ്രകടിപ്പിച്ചു. മറുവശത്ത് തീവ്രവാദത്തിനെതിരെ കടുത്ത നിലപാടുകളും എടുത്തു. പക്ഷെ അത് പലപ്പോഴും മുസ്ലിം സമുദായത്തിനെതിരെയാണ് എന്ന് സഭ ഭയപ്പെട്ടു. ഒടുവിൽ കാസയെ ക്രിസ്ത്യൻ സഭ തള്ളിപ്പറഞ്ഞു. ക്രിസ്ത്യൻ സഭ തള്ളിപ്പറഞ്ഞപ്പോൾ PC ജോർജ് ആ കാസയെ ഇങ്ങ് ഏറ്റെടുത്തു. പിന്നീട് PC ജോർജായി കാസയുടെ നാഥനും നായകനും. PC ജോർജിൻ്റെ നിലപാടുകൾ കാസ വലിയ പ്രാധാന്യം കൊടുത്തു. അതിനു മുമ്പ് സഭയുടെ ചില വിഷയങ്ങളിൽ PC ജോർജ് വളരെ ബോൾഡായിട്ട് ഇടപെട്ടിരുന്നു. കാരണം ആ കാലഘട്ടത്തിലാണ് പാലാ ബിഷപ്പിനെതിരെയുള്ള ഒരു സമരം നടന്നത്. ബിഷപ്പിൻ്റെ ഒരു ലവ് ജിഹാദുമായിട്ട് ബന്ധപ്പെട്ട നർക്കോട്ടിക് ജിഹാദുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസ്താവനയുടെ പേരിൽ അന്ന് ഈരാറ്റുപേട്ടയിൽ നിന്നൊക്കെ വാഹനങ്ങളിൽ പ്രതിഷേധക്കാരെത്തി. PC ജോർജ് കട്ടയ്ക്ക് നെഞ്ചു വിരിച്ചു നിന്നു. ഇതോടെ സഭയ്ക്ക് പ്രിയപ്പെട്ട ഒരു പുത്രനായി PC. കാരണം സഭയെ സംബന്ധിച്ച് സഭയ്ക്ക് സെക്യൂരിറ്റി കൊടുക്കുന്ന കുരയ്ക്കുന്ന ഒരു കാവൽക്കാരനായി അങ്ങനെ PC ജോർജിനെ മുന്നിലിട്ടു. അതിന് ചില ബിഷപ്പുകാർക്കൊക്കെ പങ്കുണ്ട്. പ്രത്യേകിച്ച് പാലാ ബിഷപ്പ്, അവരൊക്കെ പാലാ കാഞ്ഞിരപ്പള്ളി ബിഷപ്പുകാർ ഒരു കാലത്ത് ഈ PC ജോർജിനെ കുറച്ചധികം വിശ്വസിച്ചിരുന്നു. പക്ഷെ പിന്നീട് ഇതൊരു ബാധ്യതയാകുന്നു എന്ന് ബിഷപ്പുമാർക്ക് മനസ്സിലായി. പലപ്പോഴും PC ജോർജ് പുറത്തെടുത്തത് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രമാണ്. സഭയുടേതെന്ന പേരിൽ BJPയുമായി ഒരു വശത്ത് നെഗോഷിയേറ്റ് ചെയ്യുന്നു. സഭയെ താൻ അടപടലം പിടിച്ചുകൊണ്ടുവരാം, BJPയുടെ പാർട്ടാക്കാം. മധ്യ തിരുവിതാംകൂറിൽ UDFനെയും LDFനെയും പൊളിച്ച് ക്രിസ്ത്യൻ സഭ തൻ്റെ പോക്കറ്റിലിരിക്കും എന്നൊക്കെ BJP നേതൃത്വത്തെ പറഞ്ഞ് ധരിപ്പിച്ചു. BJPയെ സംബന്ധിച്ച് അവർക്ക് കേരളത്തിലൊരു സ്പേസ് ഉണ്ടാകണമെങ്കിൽ മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഒരു സമുദായത്തെ ഒപ്പം നിർത്തിയേ തീരും. ഇതിലെളുപ്പം ക്രിസ്ത്യൻ സമുദായം. കാരണം ഓൾ ഇന്ത്യ തലത്തിൽ ഒരു മുസ്ലിം ശത്രുത പലപ്പോഴും BJP പുറത്തെടുക്കാറുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ ക്രിസ്ത്യൻ സമുദായത്തെ ഒപ്പം നിർത്തി ഒരു മതേതര മുഖം പ്രകടമാക്കി ചില സീറ്റുകളിലെങ്കിലും വിജയിച്ച് വരാമെന്ന് അവർ തെളിയിച്ചിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ക്രിസ്ത്യൻ സഭയുടെ പിന്തുണയിൽ കയറി വന്നത്. മുമ്പൊരിക്കലും മൂവാറ്റുപുഴ ലോക്സഭാ മണ്ഡലത്തിൽ BJPയുടെ PC തോമസ് വിജയിച്ചിരുന്നു. അതും ക്രിസ്ത്യൻ സഭയുടെ പിന്തുണയിലാണ്. ക്രിസ്ത്യൻ സഭയെ സംബന്ധിച്ച് അവർക്ക് അവരുടെ താല്പര്യങ്ങളൊക്കെ സംരക്ഷിച്ചാൽ മതി. ഇനി BJP വോട്ട് കൊടുക്കാനും മടിയൊന്നുമില്ല. അതുകൊണ്ട് ആ പ്രത്യേക സാഹചര്യം ഉപയോഗിക്കാൻ BJP തീരുമാനമെടുത്തു. അങ്ങനെയാണ് ജോർജ് കുര്യനെ മന്ത്രിയാക്കുന്നത്. പല തലത്തിലുള്ള സംഭാഷണങ്ങൾ നടന്നു. ഈ ക്രിസ്ത്യൻ സഭയെ കച്ചവടം ചെയ്യാനെന്ന മട്ടിൽ പല സംഘടനകൾ ഇതിൻ്റെ ഇടയിൽ തലപൊക്കി. കോട്ടയത്തുള്ള PC സിറിയക്കും സംഘവും ഒക്കെ അങ്ങനെ പലപ്പോഴും ഇവരൊക്കെ ഒരിക്കൽ PC തോമസ് ഇവരൊക്കെ ചെന്ന് BJPയോട് നെഗോഷിയേറ്റ് ചെയ്യും. ക്രിസ്ത്യൻ സഭയുടെ ഒരു ഭാഗത്തെ ഞങ്ങൾ അടർത്തിയെടുത്തുകൊണ്ട് വരാൻ ഞങ്ങളെ കൂട്ടുക. ഇവരെ വിശ്വസിച്ചും BJP കുറേ കാലം കൂടെ നിർത്തും. അതൊന്നും വിജയിക്കത്തില്ല. അങ്ങനെ ക്രിസ്ത്യൻ സഭയെ ഒരു വിശ്വാസത്തിലെടുക്കാൻ BJP ഒരു വിശ്വാസത്തിലെടുക്കാൻ സഭയ്ക്കോ പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. മധ്യ തിരുവിതാംകൂറിലേറെ വേരോട്ടമുള്ളൊരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം. പക്ഷേ മാണി വിഭാഗം UDFിൽ നിന്നിറങ്ങി LDFിൽ ചേക്കേറി. അപ്പോൾ മാണി ഗ്രൂപ്പിനെ കിട്ടുക എളുപ്പമല്ലാതായി. പിന്നീട് ആകെയുള്ള ഒരു പ്രതീക്ഷ നാഥനും നായകനും ഇല്ലാതെ നിൽക്കുന്ന PC ജോർജും മോനുമാണ്. ഇതിനിടയിൽ PC ജോർജിൻ്റെ മകൻ ജില്ലാ പഞ്ചായത്തിലൊക്കെ മത്സരിച്ച് ഒരു സ്ഥാനമുറപ്പിച്ചു, രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നു. ഇതൊരു അപ്പൻ മക്കൾ രാഷ്ട്രീയത്തിൽ അതിനെ അത്ര കണ്ട് വിശേഷിപ്പിക്കേണ്ടതില്ല. കാരണം കുറച്ചുകൂടി PC ജോർജിനേക്കാൾ കുറച്ചുകൂടി വിഷാംശമുണ്ട് ഷോണിൻ്റെ നാവിന്. അതുകൊണ്ട് ഏതാണ് മൂത്തത് ഏതാണ് ചെറുത് എന്നുള്ള ഒരു തർക്കം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഷോണിനെ കൂടി കളത്തിലിറക്കി. ഈ തെരഞ്ഞെടുപ്പിൽ
അതിനു മുമ്പ് തന്നെ ഷോൺ അതിബുദ്ധിമാനാണ്, തന്ത്രശാലിയാണ്. ഷോൺ നിരവധി ബിസിനസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഷോണിനെ സംബന്ധിച്ച് ഷോണിൻ്റെ ഇന്നലകളൊക്കെ തിരുവിതാംകൂറുകാർക്കറിയാം. രാജീവ് ചന്ദ്രശേഖർ BJP അധ്യക്ഷനാവുന്ന സമയത്ത് ഷോൺ രാജീവിനെ കണ്ടു. ആ ഒരു ബന്ധം പെട്ടെന്ന് ദൃഢമായി. രാജീവ് ചന്ദ്രശേഖരിലൂടെ നിരവധി ബന്ധങ്ങളുണ്ടാക്കിയെടുക്കാൻ ഈ കാലഘട്ടത്തിൽ ഷോണിന് കഴിഞ്ഞു. ഇപ്പോൾ ഒരു ഉദാഹരണം 2020 സാബു ജേക്കബ് തുടങ്ങി നിരവധി ആളുകളുമായി RSSുമായി അടുത്തു. നിരവധി തവണ ഡൽഹിയിലേക്ക് യാത്ര ചെയ്തു. BJPയുടെ കേന്ദ്ര നേതാക്കളുമൊക്കെയായി പരിചയത്തിലായി. അങ്ങനെ സംസ്ഥാന നേതാക്കളുടെ തലയ്ക്ക് മുകളിൽ പറന്ന് കേന്ദ്ര നേതൃത്വവുമായി ഒരു ഇടപാടുണ്ടായി. മറുവശത്ത് BDJS തുടക്കം മുതൽ ഷോണിനെ വെട്ടാനൊക്കെയുള്ള നീക്കം നടത്തിയത്. കാരണം വെള്ളാപ്പള്ളിയും PC ജോർജുമാണ് ആ ജന്മശത്രുക്കൾ, രണ്ടുപേരും തെറിയോട് തെറിയാണ്. ഇതിനിടയിൽ ഷോൺ ചുവടുറപ്പിച്ചു. BJPക്ക് ഷോൺ ഒരു പ്രതീക്ഷ കൊടുത്തു, പാലാ മണ്ഡലം ഞാൻ പിടിക്കാം. അതിന് ഷോൺ ഒരു കാരണം കണ്ടെത്തിയത് 28,000 30,000 വോട്ടുണ്ട് പാലാ മണ്ഡലത്തിൽ BJPക്ക്. ഈ പഴയ പാലയല്ല. ഈ മണ്ഡല പുനഃക്രമീകരണം നടന്നപ്പോൾ പാലായുടെ ചങ്ക് എന്ന് പറയുന്ന മരങ്ങാട്ടുപള്ളി ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളും കടുത്തുരുത്തിയിലേക്ക് പോയി. എന്നാൽ പാലാ മണ്ഡലത്തിലേക്ക് വന്നു ചേർന്ന 3-4 പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് PC ജോർജിൻ്റെ പഴയ കരുത്തുറ്റ മണ്ഡലം, ആ പൂജാറിൻ്റെ ഭാഗമായിട്ടുള്ള 3-4 പഞ്ചായത്തുകളാണ്. അപ്പോൾ ഷോണിനറിയാം പഞ്ചായത്തുകളിൽ നിന്നൊരു 10,000-15,000 വോട്ട് തൻ്റെ സ്വാധീനത്താൽ പിടിക്കാം. പിന്നെ മാണി വിരുദ്ധ വോട്ടുകൾ കൂടി ശേഖരിച്ചാൽ ഒരു 50,000 എന്ന ഫിഗറിലെത്തിയാൽ ജയിക്കാം. ഈ ഒരു പ്രതീക്ഷ. പക്ഷേ ഈ പ്രതീക്ഷ വിജയിക്കണമെങ്കിൽ സഭയൊപ്പം നിൽക്കണം. സഭാപിതാക്കന്മാരെയൊക്കെ പോയി കണ്ടു. ആ സഭ ഒന്നും പറഞ്ഞില്ല, അവരുടെ കൃത്യമായ നിലപാട് വ്യക്തമാക്കി. തുടക്കം മുതൽ PC ജോർജിനെയും ഷോണിനെയും സഭ സംശയത്തോടെയാണ് കണ്ടത്. സഭയെ BJP പാളയത്തിൽ കൊണ്ടുപോയി കെട്ടി സഭയെ ഇവർ വിൽക്കുമോ എന്ന ഭയം, സഭയെ കരുവാക്കി ഇവർ അധികാരാർത്ഥി കളിക്കുകയാണ് എന്ന് സഭയ്ക്ക് കൃത്യമായി ബോധ്യം വന്നു. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെയാണ് നീങ്ങിയത്. ഇതിനിടയിൽ ദീപിക പത്രത്തിലൊക്കെ ചെന്ന് തങ്ങൾക്ക് അനുകൂലമായ വാർത്തകൾ നൽകണമെന്ന് പറഞ്ഞു. പക്ഷേ ദീപികയെ സംബന്ധിച്ച് BJPക്ക് അനുകൂലമായ വാർത്തകൾ കൊടുത്താൽ അവരുടെ പത്രത്തിൻ്റെ സർക്കുലേഷനെ ബാധിക്കും. ഈ ക്രിസ്ത്യൻ സമുദായത്തെ ഒറ്റ ദിവസം കൊണ്ട് മറിച്ച് BJPയിലേക്ക് അടിക്കാൻ പറ്റത്തില്ല. അത് വളരെ ഗ്രാജുവലായിട്ട് പ്ലാൻ ചെയ്ത് അങ്ങനെ ഒരു BJP വിരുദ്ധത നീക്കി. ഇതിൻ്റെ ഇടയ്ക്ക് UDFകാരും LDFകാരും ഒക്കെ ജാർഖണ്ഡിലെ പ്രശ്നം, മറ്റു സ്ഥലങ്ങളിൽ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നതിൻ്റെ ഫോട്ടോകളൊക്കെ ഇടയ്ക്ക് കൊടുക്കും. ഇങ്ങനെ ക്രിസ്ത്യൻ മനസ്സിലേക്ക് എപ്പോഴും ഒരു BJP വിരുദ്ധത കുത്തിവെച്ചുകൊണ്ടിരിക്കും. ഇത് ഇരട്ടിപ്പണി. അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ച് വളരെ സൂക്ഷ്മതയോടെ ഓരോ ചുവട് വെച്ച് സഭയെ BJP പാളയത്തിലേക്ക് മറിച്ചിടണം. അതൊരു വലിയ യജ്ഞമാണ്. അതിനുള്ള ശ്രമം തുടരവേ ഈ ഷോൺ മത്സരിക്കാൻ ഇറങ്ങുന്നത്. ഷോണിന് യഥാർത്ഥത്തിൽ പൂഞ്ഞാറിൽ മത്സരിക്കാനായിരുന്നു താല്പര്യം. പാലായിലേക്ക് വരാത്ര താല്പര്യമില്ല. കാരണം പൂഞ്ഞാറിൽ ഷോൺ മത്സരിച്ചാൽ ഈ മുസ്ലിം സമുദായത്തിന് അത്ര വലിയ വിരോധമില്ല. അവിടെ PC ജോർജ് ഉണ്ടാക്കിയ ഒരു വലിയ വോട്ട് ബാങ്കുണ്ട്. ആ വോട്ട് ബാങ്കിനെ പൂർണ്ണമായും കൈപ്പിടിയിൽ ഒതുക്കാൻ ഷോണിന് കഴിഞ്ഞിട്ടുണ്ട്. PC ജോർജ് ഒറ്റയ്ക്ക് നിന്ന് ഒരു 40,000 വോട്ട് വരെയൊക്കെ അവിടെ മുൻപ് ശേഖരിച്ച ഒരു കരുത്തുമുണ്ട്. അപ്പം അങ്ങനെ പൂഞ്ഞാർ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഷോൺ തയ്യാറെടുപ്പെല്ലാം നടത്തി BJPയോട് പറഞ്ഞപ്പോൾ ഇത് അപ്പം ചാടി വീണു, എനിക്ക് മത്സരിക്കണം. ഭയങ്കര പെരുന്തച്ച കോംപ്ലക്സാണ് ഈ PC ജോർജിന്. മകൻ തന്നേക്കാൾ വലുതാവേണ്ട എന്നൊരു ചിന്തയുണ്ട്. ഷോണിനെ സംബന്ധിച്ച് അപ്പം മത്സരിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ വേറെ ഓപ്ഷനില്ല. അങ്ങനെ പാലായിലേക്ക് പോയി. ഈ അപ്പനും മകനും പൂഞ്ഞാറിലും പാലായിലും തമ്മിൽ മത്സരിച്ചത് ഇവർക്ക് വലിയ ക്ഷീണമായി. കാരണം ആളുകളെ സംബന്ധിച്ച് അപ്പനും ഒരു മണ്ഡലത്തിൽ തൊട്ടിപ്പുറത്ത് മകൻ, ഇതങ്ങ് അംഗീകരിച്ചു കൊടുക്കത്തില്ല. PC ജോർജിനും ഷോണിനും ഒക്കെ ഉണ്ടായിരുന്ന പ്രതീക്ഷ ഈ ബിഷപ്പുമാരുടെ പ്രശ്നമൊക്കെ വരുമ്പോൾ കട്ടയ്ക്ക് നിന്നതുകൊണ്ട് സഭ പരസ്യമായി ഷോണിനൊപ്പവും PC ജോർജിനൊപ്പവും ഇറങ്ങിത്തിരിക്കുമെന്നായിരുന്നു. പക്ഷെ പാലാ ബിഷപ്പൊക്കെ നല്ല ബുദ്ധിമാനാണ്. ഒരിക്കലും ഇവരുടെ കെണി വീഴത്തില്ല. അദ്ദേഹം വളരെ തന്മയത്വത്തോടെ ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുത്തു. സഭയ്ക്ക് രാഷ്ട്രീയമില്ല. പക്ഷെ PC ജോർജ് പറയുന്നത് ഈരാറ്റുപേട്ടയിലെ പല മഠങ്ങളിലും ബിഷപ്പ് വിളിച്ച് PC ജോർജിന് വോട്ട് ചെയ്യരുത് എന്നും പറഞ്ഞുവെന്നാണ്. അതിൻ്റെ കാരണം ഒരുപക്ഷെ PC ജോർജ് ഉദ്ദേശിക്കുന്നത് സഭാ വോട്ടുകൾ വിഘടിച്ചു പോകാതിരിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ചില ഓപ്പറേഷനുകളൊക്കെ നടന്നിട്ടുണ്ടാവാം. നമുക്കറിയില്ല, കൃത്യതയോടെ നമുക്കറിയില്ല. എന്തായാലും ഇതിനിടയിൽ ചില പ്രസ്താവനകളൊക്കെ സഭയുടേതെന്ന പേരിൽ നടത്തി എന്നതൊഴിച്ചാൽ ഇവർ സഭയ്ക്ക് എന്ത് കോൺട്രിബ്യൂഷനാണ് ചെയ്തത്? ഇപ്പോൾ സഭ പ്രത്യേകിച്ച് പാലാ നിയോജക മണ്ഡലത്തിലൊരു തീരുമാനമെടുത്തു. ആരെയും പിന്തുണയ്ക്കേണ്ട, ഷോണിനെ പിന്തുണയ്ക്കേണ്ട, കാപ്പനെ പിന്തുണയ്ക്കേണ്ട, ജോസ് കെ മാണിയെ പിന്തുണയ്ക്കേണ്ട. അതുകൊണ്ട് തന്നെ പരസ്യമായി ആർക്കും പിന്തുണ കൊടുത്തിരുന്നില്ല പാലാ നിയോജക മണ്ഡലത്തിൽ. പക്ഷെ പല വിഷയങ്ങളിലും ഈ ജോസ് കെ മാണി സഭയ്ക്കൊപ്പം നിന്നു. നമുക്കറിയാം JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയ കാര്യത്തിൽ, പിന്നെ FCRAയുടെ കാര്യത്തിൽ, അങ്ങനെ നിരവധി വിഷയങ്ങളിൽ വളരെ ശക്തമായ നിലപാട് ജോസ് കെ മാണി എടുത്തിട്ടുണ്ട്. പാർലമെൻറ്റിലും
ശബ്ദം ഉയർത്തിയിട്ടുണ്ട്. മറുവശത്ത് മാണി സി കാപ്പനെ അടുത്ത UDF മന്ത്രിസഭയിൽ ഒരു മന്ത്രിയാകുമെന്ന പ്രതീക്ഷ, അതും സഭയ്ക്ക് വലിയ തലവേദനയായി. കാരണം എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ കാപ്പൻ്റെ അടുത്ത് ചെന്നാൽ മതിയല്ലോ. പക്ഷെ കാപ്പൻ്റെ അടുത്ത് ഈ സഭയ്ക്ക് തലയുറഞ്ഞ് നിൽക്കാൻ പാടാ. ജോസ് കെ മാണിയാണ് കുറച്ചുകൂടെ ഒരു സഭയുടെ ഓമനപുത്രൻ. അതുകൊണ്ട് സഭ വളരെ തന്ത്രപൂർവ്വം നിന്നു. ഇതിവർക്ക് തുടക്കം മുതൽ മനസ്സിലായി. അങ്ങനെയാണ് FCR വരുന്നത്. FCR വരുമ്പോൾ ബിഷപ്പുമാർ FCR പരസ്യമായി തള്ളി പറഞ്ഞു. അത് BJPക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കുക. ഉടനെ കയ്യും കാലും പറിച്ച് PC ജോർജ് ചാടി. ആ PC ജോർജ് ഒരു ബിഷപ്പിനെ ഊളൻ എന്നാണ് അഭിസംബോധന ചെയ്തത്. വളരെ നിശ്ചിതമായിട്ട് അങ്ങ് വിമർശിച്ചു. ഇത് ദീപിക പത്രത്തിന് സഹിക്കാൻ കഴിയില്ല. ദീപിക ഇതോടെ PC ജോർജിൻ്റെ വാർത്തകളൊന്നും പ്രസിദ്ധീകരിക്കേണ്ടെന്നങ്ങ് തീരുമാനിച്ചു. ഒരു തരത്തിലും PC ജോർജിനെയും ഷോണിനെയും ഇനി ദീപിക സംരക്ഷിക്കില്ല എന്ന് പൊതു പോളിസി എടുത്തു. ദീപികയ്ക്കെതിരെ PC തുടങ്ങി. PCയുടെ നാവിന് ഒരു വർക്കത്തില്ലല്ലോ, അതുകൊണ്ട് പിന്നെ എന്തും പറയാം, ലൈസൻസില്ല, ഒന്നുമില്ല. അങ്ങനെ തെറിയോട് തെറി ദീപിക വാർത്ത കൊടുക്കാതായി. ഏറ്റവും ഒടുവിൽ ദീപിക ഒരു കട്ട നിലപാടെടുത്തു. ദീപിക കട്ട നിലപാടെടുത്തതിന് പിന്നിൽ എന്താണ്? ഈ അപ്പൻ്റെയും മോൻ്റെയും കളികൾ. അപ്പോൾ PC ജോർജും മകനും കളിച്ച് ദീപികയെ പിണക്കി, സഭയെ പിണക്കി. അപ്പോൾ ഇപ്പോൾ PC ജോർജ് എന്താ പറഞ്ഞിരിക്കുന്നത്? സഭയല്ല മെത്രാന്മാർ, സഭ എന്തോ നമ്മുടേതാണെന്ന് മട്ടില്ല. അതെന്ന് പറഞ്ഞാൽ PC ജോർജിൻ്റെയും മോഹൻ്റെയോ ആണ് സഭ. മെത്രാന്മാരൊക്കെ തനി ഊളകളാണ്, അവർ പറയുന്ന ഊളത്തരമാണ്. ഇന്നത്തെ ദിവസം PC ജോർജും മകൻ എന്ത് അവകാശം പറയാം? മകൻ പറയുന്നത് ഒന്ന് ഓർത്ത് നോക്കിയേ, സഭയ്ക്ക് ഞങ്ങളെ വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് സഭയെ വേണ്ട. ഇത് പറയാൻ ഇവരാരാ? ഇന്നലെ BJPയിലേക്ക് കടന്നു വന്ന ഷോൺ ജോർജ് BJPക്ക് വേണ്ടി ഇത്തരമൊരു നിലപാട് പ്രഖ്യാപിക്കാമോ? അതുകൊണ്ട് S സുരേഷ് ഇപ്പോൾ മറുപടി കൊടുത്തിട്ടുണ്ട്, ഇത് BJPയുടെ നിലപാടല്ലെന്ന്. അപ്പോൾ ഇത്തരം ചില വങ്കന്മാരെ ഈ പാർട്ടി എളിയിലെടുത്ത് വെച്ച് കടി മേടിച്ച് കൂട്ടുകയാണ് ഇപ്പോൾ BJP. അത്രേ നമുക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളൂ. സഭയെ ഇങ്ങനെ മുച്ചൂടും ചീത്ത വിളിച്ച് ഏതെങ്കിലും ഒരു കാലത്തിന് സഭയുടെ ഒരു പിന്തുണ വാങ്ങിയെടുക്കാൻ കഴിയുമോ? അത് ഓർക്കട്ടെ, ഇലക്ഷൻ കഴിച്ച തൊട്ടടുത്ത ദിവസം ഇന്നലെ വരെ പാലം കടക്കോളം നാരായണ, പാലം കടന്നപ്പോൾ കൂരായണ. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. നേരത്തെ തന്നെ ഈ നിലപാട് ഇതായിരുന്നു എങ്കിൽ അവർ പച്ചയ്ക്ക് പറയണ്ടേ. അപ്പോൾ ഏതോ ഒരു മുഖം മൂടി ധരിച്ച് ഇവരൊക്കെ തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കുന്നു. അതിനുശേഷം ഉള്ളിലുള്ള വിഷയമൊക്കെ പുറത്തോട്ട് ഛർദ്ദിച്ചെടുക്കും. ഇതാണിപ്പോൾ നമ്മൾ കാണുന്നത്. PC ജോർജിനെ സംബന്ധിച്ച് ഒരു കാലത്ത് നമ്മളൊക്കെ വലിയ സപ്പോർട്ട് കൊടുത്തിരുന്നു. കാരണം പിണറായി വിജയൻ്റെ ഒരു വേട്ടക്കാലം ഉണ്ടായിരുന്നു PC ജോർജിനെ. അങ്ങ് ഈരാറ്റുപേട്ടയിൽ നിന്ന് പിടിച്ചു കെട്ടി കൊണ്ടുവരുന്ന ഒരു രംഗം പോലീസ് വാഹനത്തിലൊക്കെ, എന്നൊക്കെ നമ്മൾ PC ജോർജിനൊപ്പം കട്ടയ്ക്ക് നിന്നതാണ്. പക്ഷേ ഈ സഭയെ ചീത്ത പറയുമ്പോൾ അതിനെ നമുക്ക് പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയില്ല. മറുവശത്ത് BJP വളരെ സൂക്ഷ്മതയോടെ ഈ വിഷയം കൈകാര്യം ചെയ്യണം. ഇല്ലെങ്കിൽ BJPയെ സംബന്ധിച്ച് BJPക്ക് ഏത് കാലത്താണെങ്കിലും ഈ ക്രിസ്ത്യൻ സമുദായത്തിന് പിന്തുണ ആർജിക്കാവുന്ന, അതിന് മുന്നിൽ അവർക്കൊരു വലിയ സാധ്യത കിടപ്പുണ്ട്. അടുത്ത UDF ഭരണം വന്നാലും ഇതൊന്നും അധികം കാലം നിൽക്കത്തില്ല. 2029 ഇന്ത്യയിൽ ഒരു ഏകീകൃത വോട്ടിംഗ് സമ്പ്രദായം വരും. നിയമസഭ, ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് അവർ നടത്തും. കടുത്ത പരീക്ഷണങ്ങൾക്ക് എന്തായാലും BJP പോകും 2029. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ അധികാരത്തിലെത്തുന്നവർക്കൊരു 3 വർഷമേ കിട്ടൂ. അത് കഴിയുമ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് ആർക്കറിയാം. അപ്പോൾ അന്ന് കേരള കോൺഗ്രസിൻ്റെ വലിയൊരു വിഭാഗത്തെ വേണം ഒപ്പം നിർത്തി BJPക്ക് അവരുടെ മുന്നണി വിപുലീകരിക്കാം. കൂടുതൽ സാധ്യതകൾ കിട്ടും. കാരണം ഇപ്പോൾ തന്നെ അതിനുള്ള സാധ്യത തെളിയുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടിക്ക് ഉപമുഖ്യമന്ത്രിയാകണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടും, കൂടുതൽ മന്ത്രിസ്ഥാനം ആവശ്യപ്പെടും. കോൺഗ്രസിനുള്ളിൽ തമ്മിലടി തുടങ്ങും. അപ്പോൾ രാഷ്ട്രീയ സാഹചര്യം എന്തായാലും മാറും. ഓരോ സമയത്തും എന്തും വിളിച്ചു പറയാം എന്നുള്ള ഒരു ധാർഷ്ട്യം അത് കേരളം അംഗീകരിച്ചു കൊടുക്കത്തില്ല. ഒരുപക്ഷെ ഷോൺ ജോർജ് കുറച്ചുകൂടി ഒരു രാഷ്ട്രീയ മിതത്വം പാലിച്ചിരുന്നു എങ്കിൽ, രാഷ്ട്രീയ മാന്യത പാലിച്ചിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോവുകയാണ്. ഈ PC ജോർജ് പ്രധാനമായും പറയുന്നത് ഈ മെത്രാന്മാരൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ കടന്ന് കുരയ്ക്കുന്നത്? UDFന് വോട്ട് കൊടുക്കാൻ മാത്രം UDF എന്താണ് ക്രൈസ്തവർക്ക് വേണ്ടി ചെയ്തത് എന്നൊക്കെയുള്ള വലിയ ചോദ്യം ഉയർത്തുന്നുണ്ട്. തൊട്ടിപ്പുറത്ത് BJPയെ വെട്ടിലാക്കുന്ന പോലെ ചില പരാമർശങ്ങൾ നടത്തിയത്, ഒന്ന് ഈ പറയുന്നത് പോലെ തന്നെ ക്രൈസ്തവ മെത്രാന്മാരെ മുഴുവൻ വെറുപ്പിച്ചുകൊണ്ട് ക്രൈസ്തവരെ മുഴുവൻ അങ്ങേയറ്റം BJPയിൽ നിന്ന് അകറ്റുന്ന ഒരു പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, FCRയുടെ കാര്യത്തിൽ എന്തിനാണ് സഭ ഇങ്ങനെ കടന്ന് പൊള്ളുന്നത്? നിങ്ങൾക്ക് വിദേശ ഫണ്ടുകൾ സ്വീകരിക്കാം, നിങ്ങൾ തരുന്ന കണക്കിനനുസരിച്ച് അമിത്ഷാ അത് കൃത്യമായി നിങ്ങൾക്ക് അനുവദിച്ച് തരും. നിങ്ങളുടെ ആ കണക്ക്, നിങ്ങൾ കൊടുക്കുന്ന കണക്ക് അതുപോലെ തന്നെ ഒരു തിരുത്തലുമില്ലാതെ അമിത്ഷാ അംഗീകരിച്ചു കൊടുക്കും എന്നൊക്കെയുള്ള ചില പ്രസ്താവനകൾ നടത്തിയിരിക്കുകയാണ്. അതെ, മെത്രാന്മാർ എന്ത് ഊളത്തരമാണ് പറയുന്നത്. നിങ്ങൾക്കിവിടെ എന്താ കള്ളക്കച്ചവടം ഉണ്ടോ? FCRയുടെ കാര്യത്തിൽ സഭ ചില ഉത്കണ്ഠ അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികം. ഇന്ത്യയിൽ വിദേശ സംഭാവനകൾ സ്വീകരിക്കാൻ ഇപ്പോൾ കടുത്ത നിയന്ത്രണമുണ്ട്.
ആ നിയന്ത്രണങ്ങൾ ഒന്നുകൂടി കടുപ്പിക്കുക, ഇതൊക്കെ നല്ലതായിരിക്കാം. പക്ഷേ സഭയ്ക്ക് ചില ആശങ്കകളുണ്ട്. കാരണം സഭയെ സംബന്ധിച്ച് ഇവിടുത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് വിദേശത്തു നിന്നുള്ള ഫണ്ട് അവർ സ്വീകരിക്കുന്നുണ്ട്. ഈ പി സി ജോർജൊക്കെ പറയുന്നത് കട്ടുകൊണ്ട് പോകുന്നു. ആര് കട്ടുകൊണ്ട് പോകുന്നു? ഈ മെത്രാന്മാർ അവരുടെ കുടുംബത്തിൽ കൊടുക്കുന്നുണ്ടോ? അല്ല, അത്തരം മോഷണവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കണം തീർച്ചയായിട്ടും. ഇതൊക്കെ എക്സാഗ്രേറ്റ് ചെയ്ത് പറയുന്നതാണ്. ഇവർക്കിത് ഒരൊറ്റ കാര്യമുള്ളൂ, ഇവർക്ക് വോട്ട് ചെയ്തിരുന്നെങ്കിൽ ഇതൊന്നും ഇല്ലല്ലോ പ്രശ്നം, ഇവർക്ക് വേണ്ടി നിൽക്കുമല്ലോ. അപ്പോൾ വോട്ട് ചെയ്യാതെ രാഷ്ട്രീയമായ പിന്തുണ സഭ നൽകാത്തപ്പോൾ അവർക്കെതിരെ ഇത്തരമൊരു രാഷ്ട്രീയ നിലപാടെടുക്കുന്നത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ബി ജെ പി ആണ് ഇവിടെ വെട്ടിലാവുന്നത്. ബി ജെ പി ഇത്തരം ചില കഥാപാത്രങ്ങളെ അവരുടെ മുന്നണിയിലേക്ക്, പാർട്ടിയിലേക്ക് കൊണ്ടുവന്നിട്ട് കടി വാങ്ങിക്കൂട്ടുകയാണ്. അല്ലെങ്കിൽ ഇവരെയൊക്കെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയണം. ക്രിസ്ത്യൻ സഭയ്ക്കെതിരെ നമുക്ക് പലപ്പോഴും വിമർശനങ്ങൾ ഉന്നയിക്കാം, സഭയുടെ പല നിലപാടുകളെയും നമുക്ക് ചോദ്യം ചെയ്യാൻ, തള്ളിപ്പറയാം. എന്നാൽ ഇത് അതിനൊക്കെ അപ്പുറത്താണ്. വളരെ മ്ലേച്ഛമായ തലത്തിൽ ഒരു സമൂഹത്തിന് മുന്നിൽ ഒരു സഭയെ അവഹേളിക്കുകയാണ്, സഭ വിശ്വാസികളെ തേച്ചൊട്ടിക്കുകയാണ്. സഭയുടെ ഒരു നേതൃനിര, ഇപ്പം മെത്രാന്മാരെന്നൊക്കെ പറയുന്ന ഒരു നേതൃനിരയാണ്, അവരെയാണ് അവഹേളിക്കുന്നത്. അവർക്ക് പലപ്പോഴും ഇവരുടെ ഭാഷയിൽ മാധ്യമങ്ങളുടെ മുന്നിലെത്തി പ്രതികരിക്കാൻ കഴിയില്ല. ആ ഒരു സാഹചര്യമാണ് ഇവർ മുതലെടുക്കുന്നത്, ചൂഷണം ചെയ്യുന്നത്. ഇത് വല്ലാത്തൊരു തലത്തിൽ ഈ സഭയ്ക്ക് ബി ജെ പിയോടുള്ള ഒരു ആറ്റിറ്റ്യൂഡിനെ കൊണ്ടുചെന്നെത്തിക്കും. ഞങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നൊക്കെ പറയാൻ എന്ത് ധാർഷ്ട്യമാണ്. വേറൊരു പി സി ജോർജ് പറഞ്ഞു, മകൻ അങ്ങനെയാണ് പറഞ്ഞെങ്കിൽ പി സി ജോർജ് പറഞ്ഞത് ബി ജെ പി കഷ്ടപ്പെട്ട് ചുമന്നുകൊണ്ട് നടക്കുകയാണ് ക്രൈസ്തവരെ. അതെ, ബി ജെ പി എന്തിനാണ് കഷ്ടപ്പെട്ട് ചുമക്കുന്നത്? ക്രൈസ്തവര് ആരെങ്കിലും ചെന്ന് ബി ജെ പിയോട് ആവശ്യപ്പെട്ടോ ഞങ്ങളെ ചുമന്നുകൊണ്ട് നടക്കണമെന്ന്? ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതാണ് കുഴപ്പം. കാരണം ബി ജെ പിയോടൊരു അനുഭാവം പലപ്പോഴും ക്രൈസ്തവ സമൂഹം പ്രകടിപ്പിക്കാറുണ്ട്. അതിൻ്റെ കാരണം കേരളത്തിലെ ഒരു വ്യത്യസ്തമായ ന്യൂനപക്ഷ പ്രീണനമാണ്, കേരളത്തിലെ വ്യത്യസ്തമായ ചില രാഷ്ട്രീയ നിലപാടുകളാണ്. അപ്പോൾ ഇവിടെ ചില കറക്ഷനുകൾ വരണമെന്ന സമുദായം ആഗ്രഹിച്ചാൽ അതിനവരെ തെറ്റ് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു അനുഭാവം ഒരു സമുദായം പ്രകടിപ്പിക്കുമ്പോൾ അതിനെ തള്ളിമാറ്റി, അതിനെ ഏറ്റവും മ്ലേച്ഛമായ ഭാഷയിൽ ആക്ഷേപിച്ച്, അതിനെ ചീത്ത വിളിച്ച്, കൂകി വിളിച്ച് അവരെ എറിഞ്ഞോടിക്കുന്നതിന് തുല്യമല്ലേ? ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ, ഞങ്ങളെ ജയിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് സഭയും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട എന്നുള്ളതാണല്ലോ ഇവരുടെയൊക്കെ ഒരു വിചാരം. ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന ക്രൈസ്തവർക്ക് അവർക്ക് തങ്ങൾക്കാരുമില്ല, തങ്ങളെ പിന്തുണയ്ക്കുന്നവരാരുമില്ല, ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല എന്നൊരു തോന്നൽ ക്രൈസ്തവർക്കുണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണക്കാരായിട്ട് സി പി എമ്മും യു ഡി എഫും മാറുകയല്ലേ? കാരണം യു ഡി എഫും കോൺഗ്രസും ഈ പറയുന്ന മുസ്ലിം സംഘടനകളുടെ വോട്ടിന് വേണ്ടി ഒരു വശത്തേക്ക് പോകുന്നു, മറ്റൊരു വശത്തുകൂടി സി പി എം മുസ്ലിം സംഘടനകളെ വിട്ടിട്ട് ഇത്തവണ ഹിന്ദു സംഘടനകളുടെ വോട്ടിൻ്റെ പുറകെ പോകുന്നു, ഹിന്ദു വോട്ടുകൾ ഒപ്പിക്കാൻ പോകുന്നു. ഒറ്റപ്പെട്ടു പോയ ഒരു ക്രൈസ്തവരാണ്. ആ ഒരു ഗ്യാപ്പിലേക്കാണ് ഈ ഷോണും അതുപോലെ തന്നെ പി സി ജോർജും ഒക്കെ ചാടിക്കയറിയത്. അല്ല, ഈ ജനാധിപത്യം, മതേതര ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ബഹുസ്വരമാണ്. കേരളത്തിൽ നമുക്കതിന് ഒരു ബഹുസ്വര സംവിധാനം തന്നെയാണ് കാണുന്നത്. പക്ഷേ ഇവിടെ ഒരു ബാലൻസ് നഷ്ടപ്പെട്ടു. യു ഡി എഫിൻ്റെ ബാലൻസ് നഷ്ടപ്പെട്ടത് അവിടെ ഒരു ക്രിസ്ത്യൻ ഭരണാധികാരി, പ്രത്യേകിച്ച് പഴയ കെ എം മാണിയെ പോലെ, പി ജെ ജോസഫിനെ പോലെ, ഉമ്മൻചാണ്ടിയെ പോലെ ഒരു കരുത്തുറ്റ നേതാവില്ല അവർക്ക് ആശ്രയിക്കാനും അവർക്ക് പറയാനും. എപ്പോഴും ഒരു അധികാര അടയാളം വേണം എല്ലാ സമുദായങ്ങൾക്കും. അതാണല്ലോ വെള്ളാപ്പള്ളി ഉദ്ദേശിക്കുന്നത്, അതാണല്ലോ ശിവഗിരി മഠം പറയുന്നത്, കോൺഗ്രസ് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഈഴവർക്ക് പ്രാധാന്യം കിട്ടിയില്ല എന്ന്. അപ്പോൾ ഒരു ബഹുസ്വര സംവിധാനത്തിൽ എല്ലാവർക്കും പ്രാധാന്യം വേണം. അല്ലാണ്ട് പുട്ടിന് പീരിയിടുന്നത് പോലെ ഇട്ട് പോയിട്ട് കാര്യമില്ല. ആ സ്പേസിങ്ങിൻ്റെ അഭാവമാണ് ഇത്തരം മുതലെടുപ്പുകൾക്കുള്ള ശ്രമം. പക്ഷേ ബി ജെ പിക്ക് അവർ രാഷ്ട്രീയ മുതലെടുപ്പ് എന്നൊന്നും ഇതിനെ നമ്മൾ പറഞ്ഞുകൂടാ. കാരണം ബി ജെ പിയെ സംബന്ധിച്ച് അവരുടെ വോട്ടിൻ്റെ ഒരു വിശാല അടിത്തറ വിപുലീകരിക്കുകയാണ്. അതിനുവേണ്ട നല്ല വർക്കുകൾ അവർ ചെയ്തുകൊണ്ടിരിക്കുക. രാജീവ് ചന്ദ്രശേഖർക്ക് മെത്രാന്മാരെ കാണുന്നു, ബിഷപ്പുമാരെ കാണുന്നു, അവരുമായി സംസാരിക്കുന്നു. വെല്ലുവിളി ഒരിക്കലും ഒരു രാഷ്ട്രീയ ശൈലിയല്ല. കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നടത്തിയത് ആരാ? പി സി ജോർജല്ലേ. എന്നിട്ട് പി സി ജോർജ് എവിടെ എത്തി? പി സി ജോർജിനൊപ്പം ഇന്ന് അണികളുണ്ടോ? ഒരു മണ്ഡലത്തിൽ അദ്ദേഹത്തെ കുറച്ച് പേര് പിന്തുണയ്ക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെറി പറയുമ്പോൾ അതിനെ കുറച്ച് പേര് കൈയടിക്കുന്നു എന്ന് വെച്ച് അത് ഒരു രാഷ്ട്രീയ ശക്തിയാണോ? രാഷ്ട്രീയമായി ഒരു ഇരിപ്പിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? രാഷ്ട്രീയമായി സ്വന്തമായ ഒരു ഇരിപ്പിടമില്ലാത്ത ആളാ പി സി ജോർജ്. ഒടുവിൽ ബി ജെ പി ഒരു ഇരിപ്പിടം കൊടുത്തപ്പോൾ ആ ഇരിപ്പിടത്തിൽ കയറി തങ്ങളാണ് എല്ലാം എന്ന് വരുത്തി തീർക്കുന്ന സ്വരം അത് ഒരിക്കലും നല്ലതല്ല. തങ്ങൾ തന്നെയാണ് ബി ജെ പി എന്നാണ് ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത്. കാരണം ബി ജെ പിയുടെ ഒരു പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് അപ്പനും മകനും സംസാരിക്കുന്നത്, സഭയെ ചീത്ത പറയുന്നത്, സഭാപിതാക്കന്മാരെ ഏറ്റവും മ്ലേച്ഛമായി ആക്ഷേപിക്കുന്നത്, ഇതൊരു വല്ലാത്ത തലമാണ്.
ഇവിടെ ഇപ്പോൾ നമുക്ക് പി സി ജോർജിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം അത്രത്തോളം പ്രായമായി, ഇനിയിപ്പോൾ മാറി നിൽക്കേണ്ട ഒരു സമയമായി. പക്ഷേ ഷോണിലേക്ക് വരുമ്പോൾ ഷോണിന് ഈ രാഷ്ട്രീയം ഒരു താല്പര്യമുള്ള വിഷയമാണ്, ഒരു ഇടമാണ്. അങ്ങനെയുള്ള ഈ ഷോൺ ജോർജ് അപ്പൻ്റെ അതേ ശൈലി പിന്തുടർന്നു പോകുന്നത്, അയാളുടെ ഒരു രാഷ്ട്രീയ ഭാവിയുടെ കൂമ്പൊടിക്കുന്നതല്ല ഇങ്ങനത്തെ നിലപാടുകൾ സ്വീകരിക്കുന്നത്. എങ്ങനെ നോക്കിയാലും ഈ പറയുന്ന BJPക്കൊപ്പം നിൽക്കുകയാണെങ്കിലും അയാൾ പ്രതിനിധീകരിക്കുന്നത് ഈ പറയുന്ന പാലായിൽ പോയി നിന്നതും ക്രിസ്ത്യൻ വോട്ടുകൾ ലക്ഷ്യമിട്ട് തന്നെയാണ്. അല്ല, അത് ഈ മധ്യ തിരുവിതാംകൂറിലൊരു പ്രത്യേക ശൈലിയുണ്ട്. മുണ്ടുമടക്കി കുത്തി എളിയിലൊരു കൊച്ചു വിദ്യാർത്ഥി തിരികെ എതിരാളിയെ വെല്ലുവിളിക്കുന്നവൻ്റെ പിന്നിൽ ആളുകൾ അണിനിരക്കും. ആ ശൈലി ഇന്നും ഇന്നലെയോ അല്ല, പഴയ ഒരു മീനച്ചിൽ കാലം മുതൽ മീനച്ചിലിൻ്റെ ഒരു സാംസ്കാരിക പൈതൃകവുമായി ബന്ധപ്പെട്ടത്. ആ ഒരു തൻ്റെ ഇടം അത് അമ്പലങ്ങളിൽ നടക്കുന്ന ഉത്സവത്തിനും പള്ളിയിൽ നടക്കുന്ന പെരുന്നാളിനും ഒക്കെ ആ മുണ്ടും മടക്കി കുത്തിയുള്ള ഒരു വരവും, എന്താ എന്ന് ചോദിക്കുന്നവനോട് പോടാ എന്ന് പറയാനുള്ള ഒരു ധാർഷ്ട്യവും, ആ ഒരു ആണൊരുത്തൻ നമ്മൾ ചില സിനിമകളിലൊക്കെ കാണിയല്ലേ, കടുവ എന്നൊക്കെ പറയുന്ന, അതൊക്കെ അവിടുത്തെ ഒരു പ്രത്യേക ശൈലിയാണ്. ഇങ്ങോട്ട് പറഞ്ഞ് അങ്ങോട്ട് പറയും, ഇങ്ങോട്ട് തല്ലി അങ്ങോട്ട് തല്ലും. ഈ തല കുനിച്ച് നിൽക്കാൻ അധികം ശീലിക്കാത്തവരാണ് ഈ പാലക്കാർ, പ്രത്യേകിച്ച് മീനച്ചിൽക്കാർ. മീനച്ചിലിൻ്റെ ഭാഗമാണ് പൂഞ്ഞാറും. PC ജോർജിൻ്റെ ഒരു സഹോദരന് ഒരു പള്ളിപ്പെരുന്നാളിന് മറ്റൊരാളുമായിട്ട് വഴക്കുണ്ടാവുന്നു. എതിരാളി അരയിലിരുന്ന് കത്തിയെടുത്ത് PC ജോർജിൻ്റെ സഹോദരനെ കുത്തുന്നു. PC ജോർജിൻ്റെ സഹോദരൻ അരുവിത്തറപ്പള്ളിയുടെ മുന്നിലാണ്. PC ജോർജിൻ്റെ സഹോദരൻ അയാളുടെ എളിയിൽ വെച്ചിരുന്ന കത്തിയെടുത്ത് മറ്റവനെ കുത്തുന്നു. രണ്ടുപേരും താഴെ വീഴുന്നു. അപ്പോൾ അത്തരമൊരു ധൈര്യപൂർവമുള്ള പല അടിതടകൾക്കും മടിയില്ലാത്തൊരു കൂട്ടരാണ്. അപ്പോൾ PC ജോർജിനും ആ ഒരു ധാർഷ്ട്യം തുടക്കം മുതലേ ഉണ്ട്. അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇത്തരം ഒരു അഹങ്കാരത്തിൻ്റെ സ്വരം പുറത്തെടുക്കുമ്പോൾ വലിയ കയ്യടി കിട്ടും. ഇപ്പോൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ. ഇപ്പോൾ സെബാസ്റ്റ്യൻ കുളത്തങ്ങൾ ഇന്നലെ ഒരു പോലീസിനെ വെല്ലുവിളിച്ചു. പക്ഷേ സെബാസ്റ്റ്യനെ ഭയങ്കരമായിട്ട് കയ്യടിക്കുന്നൊരു കൂട്ടർ അതിൻ്റെ അകത്തുണ്ട്. ഇതാടാ ഞങ്ങളുടെ സെബാസ്റ്റ്യൻ, ഇതാടാ ഞങ്ങളുടെ നേതാവ്, ഇങ്ങനെ വേണം തൻ്റെ ഇടം. PC ജോർജിന് മാത്രമല്ല ഞങ്ങളുടെ നേതാവിന് തൻ്റെ ഇടം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഷോണിനെ സംബന്ധിച്ചും അപ്പനേക്കാൾ വലിയ തൻ്റേടിയാണ് എന്നുള്ള ഒരു സ്പേസ് വാങ്ങണം. അപ്പോൾ ഈ തൻ്റേടി എന്നുള്ളൊരു സ്പേസിന് വേണ്ടിയിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സഭയെ ചീത്ത പറയുന്നത്, ഇത്തരം ചില നിലപാടുകൾ എടുക്കുന്നതും മറ്റുള്ളവരെ ചീത്ത പറയുന്നതൊക്കെ. അതിലൊരു രാഷ്ട്രീയ മാന്യതയുടെ ഒരു അളവുകോൽ വെച്ച് നോക്കുമ്പോൾ നമുക്കതൊന്നും അത്ര കണ്ട് കാണാൻ കഴിയില്ല. പക്ഷെ ഒരു വിശാല കാഴ്ചപ്പാടിൽ ഇതൊരു രാഷ്ട്രീയമല്ല. സ്വന്തമായ ഒരു രാഷ്ട്രീയ അടിത്തറ കെട്ടിപ്പടുക്കാനോ അതിന് ഒരാശയം സംഹിത ഒരുക്കാനോ അതിന് പിന്നിൽ വലിയൊരു അനുയായി വൃന്ദത്തെ ഒരുമിപ്പിക്കാനോ ഇത്തരം മുൻചുണ്ടിക്കാർക്കോ ഇത്തരം തൻ്റേടികൾക്കോ കഴിയില്ല. അവരുടെയൊക്കെ രാഷ്ട്രീയ ജീവിതം അല്പായുസായിരിക്കും. ഇതൊരു ആകർഷകമായി തോന്നി ഓടിക്കൂടുന്ന ചിലർ, അവർ പെട്ടെന്ന് തന്നെ ഈ തൻ്റേടവും ഈ അഹംഭാവവും ഒക്കെ പൊള്ളയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ, അല്ലെ ആത്മാർത്ഥം ഇല്ലാത്തതാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അവരിലേറ്റ ചൂടും. അതാണ് ഇവർക്ക് പറ്റുന്ന അബദ്ധം. പക്ഷേ ഷോണിനെ സംബന്ധിച്ച് നല്ല മിടുക്കനാണ്, പ്രസംഗിക്കാൻ നല്ല കഴിവുണ്ട്, നല്ല തന്മയത്വത്തോടെ സംസാരിക്കും. ഈ അപ്പൻ്റെ ഈ ശൈലി മാത്രം ഒന്ന് പകർത്താതിരുന്നാൽ മതി. എന്തായാലും PC ജോർജിൻ്റെയും മകൻ്റെയും കാര്യത്തിൽ ക്രൈസ്തവ സഭകൾ വലിയൊരു എതിർപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. വോട്ടെടുപ്പിൻ്റെ തലേ ദിവസം വരെയും ഒരക്ഷരം മിണ്ടാതിരുന്നവർ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് സഭയ്ക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അതിരുവിട്ടു പോകുന്ന വാക്കുകളും പ്രയോഗിച്ചിരിക്കുന്നത്. വലിയ തിരിച്ചടി ഇരുവർക്കും ഉണ്ടാക്കും. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം. നന്ദി.